അച്ഛൻ തിരുമേനിയുടെ പണികൾക്ക് ഇടയ്ക്ക് തിരുമേനി ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ണൻ്റെ മുഖത്തിന്ന് ചെറിയൊരു വിഷമം. എന്താണാവോ? അച്ഛൻ തിരുമേനി പണികളൊക്കെ ഒതുക്കി കണ്ണൻ്റെ അരികിലേക്ക് ചെന്നു. എന്താ ഉണ്ണി, ഒരു വിഷമം പോലെ? ഒന്നുമില്ല. എന്തോ ഉണ്ട്. അച്ഛൻ തിരുമേനോട് നോണയൊന്നും പറയാൻ പറ്റില്ല. കാര്യം പറയൂ, ഒന്ന് കേൾക്കട്ടെ. കണ്ണൻ വിഷമത്തോടെ അച്ഛൻ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, പറയട്ടെ. പറയൂ, കേൾക്കട്ടെ. അത് പിന്നെ പറയൂ ഉണ്ണി. അത് പിന്നെ വൈകിട്ട് ഞാൻ കിഴക്ക് വശത്ത് കുട്ടികൾ കളിക്കണ കാണാൻ പോയില്ലേ. അപ്പോൾ അവിടെ ഒരു വീടിൻ്റെ ഉമ്മറത്ത് ഊഞ്ഞാല കെട്ടിയിരിക്കണു. കണ്ണനും ഊഞ്ഞാലാടാൻ കൊതിയായി. അപ്പോഴേക്കും നട തുറക്കണ സമയമായില്ലേ. കണ്ണൻ ഊഞ്ഞാലാടാതെ എങ്ങ് പോന്നു. അയ്യോടാ, അതാണോ സങ്കടം? അച്ഛൻ തിരുമേനിയുടെ ഉണ്ണിക്കണ്ണനല്ലേ. അച്ഛൻ തിരുമേനി അതിനൊക്കെ വഴി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ഉണ്ണി ഒന്ന് ചിരിക്കുമോ? കണ്ണൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. എന്നാലും അത്രയ്ക്കങ്ങോട്ട് സന്തോഷമൊന്നുമില്ല. പിന്നെ അച്ഛൻ തിരുമേനി പറഞ്ഞതല്ലേ എന്ന് കരുതി സമാധാനിച്ചു. അത്രേ ഉള്ളൂ. അന്നേ ദിവസത്തെ പൂജകളൊക്കെ അവസാനിച്ച് കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി കണ്ണനെ വിളിച്ചു. കണ്ണാ, വരൂ, ഒരിടത്ത് പോകാനുണ്ട്. കണ്ണൻ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴോ? എവിടേക്കാ പോകണ്ടേ? വരൂ, അച്ഛൻ തിരുമേനി ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കണ്ണൻ്റെ കണ്ണും പൊത്തി കൊണ്ടുപോയി. എന്നിട്ട് അല്പം ദൂരം നടന്നതിന് ശേഷം കണ്ണനോട് പറഞ്ഞു, കണ്ണാ, ഇനി പയ്യെ കണ്ണൊന്ന് തുറന്നു നോക്കൂ. ആഹാ, എന്തൊരു ഭംഗിയാ! മുല്ലപ്പൂക്കളും പിച്ചിപ്പൂക്കളും ചുറ്റിയിരിക്കുന്ന ഒരു ഊഞ്ഞാലും താമരപ്പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്ന ഊഞ്ഞാൽപ്പടിയും. കണ്ണൻ്റെ കണ്ണുകൾ തിളങ്ങി. അച്ഛൻ തിരുമേനി, ഇതെന്ത് ഭംഗിയായത്! എൻ്റെ പൊന്നുണ്ണി ആഗ്രഹിച്ചതല്ലേ, അച്ഛൻ തിരുമേനിക്ക് സാധിക്കാതെ ആവില്ലല്ലോ. കണ്ണൻ ഓടി ചെന്ന് അച്ഛൻ തിരുമേനിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അച്ഛൻ തിരുമേനി കണ്ണനെ എടുത്ത് ഊഞ്ഞാലിരുത്തി ആട്ടി. നിലാവിൻ്റെ വെളിച്ചത്തിൽ കണ്ണൻ ഊഞ്ഞാലാടുന്ന കാണാൻ എന്തൊരു ഭംഗിയാ! നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ കാഴ്ച വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത ഒന്നായിരുന്നു. അന്ന് നിലാവിൻ്റെ മൃദുവായ വെളിച്ചത്തിൽ ഊഞ്ഞാലാടിയ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് വിഷമം മുഴുവനും അലിഞ്ഞു പോയി. അതിൻ്റെ പകരം പുഞ്ചിരികൾ വിരിഞ്ഞു. അച്ഛൻ തിരുമേനിയുടെ സ്നേഹവും കരുതലും ചേർന്നപ്പോൾ ആ ചെറിയ മനസ്സ് പൂക്കൾ പോലെ വിരിഞ്ഞു. കണ്ണൻ്റെ മുഖത്തിലെ ആനന്ദവും മനസ്സിലെ ആ നിറവും എല്ലാം നമ്മളെല്ലാ ഭക്തരുടെ ഹൃദയങ്ങളിലും വിരിയട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.